അതായത് യൂസഫ് അലി സഹായിച്ച് ഹിന്ദുക്കളായ ആ മരിച്ച ആളുകൾക്ക് 1,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് മുസ്ലിമായ യൂസഫ് അലി സഹായിച്ചു. ഹിന്ദുക്കളായ പ്രതീഷ് വിശ്വനാഥ്, ശശികല ടീച്ചർ, അങ്ങനെ കുറെ പേര് ഇവരെന്താണ് സഹായിക്കുക എന്ന് പറഞ്ഞ് അസല് മതപരമായ പോസ്റ്റ്. ഈ തൃശ്ശൂർ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടം നടന്നതിന് ശേഷം മരിച്ച ആൾക്കാരുടെ കുടുംബത്തിന് 1,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ബഹുമാനപ്പെട്ട MA യൂസഫ് അലി സാഹിബ് പ്രഖ്യാപിച്ചപ്പോൾ അൻസാരി സുഹരി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ സകല ക്രിസംഗികളെയും കുരു പൊട്ടിച്ചിട്ടുള്ളത്. അയാൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഇവിടെ വർഗീയത പറയാനും വർഗീയത പ്രചരിപ്പിക്കാനും മുസ്ലിം കമ്മ്യൂണിറ്റിയെ തീവ്രവാദികളാക്കാനും വർഗീയവാദികളാക്കാനും ചിത്രീകരിക്കുന്ന അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പേനി വന്ന സകല വർഗീയവാദികൾ, പ്രതീഷ് വിശ്വനാഥ്, ശശികല ടീച്ചറെ പോലെയുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജനെ പോലെയുള്ള ഭൂലോക വർഗീയവാദികളൊക്കെ എന്ത് ചെയ്തു? ഇവരൊക്കെ നാഴികൾക്ക് 40 വട്ടം വർഗീയവാദവും തീവ്രവാദവും ആരോപിക്കുന്ന ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അറിയപ്പെട്ട ഒരു വ്യവസായി ഈ ഒരു സഹായം കൊടുക്കാൻ തയ്യാറായപ്പോൾ ഇവരെ പോലെയുള്ള വിഷജന്തുക്കളെ കൊണ്ട് ഈ കേരളത്തിന് എന്താണ് ഗുണം എന്ന അർത്ഥം വരുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. അതാണ് ഈ ചീറിച്ചെറായിക്ക് കുരു പൊട്ടിയിട്ടുള്ളത്. കുരു പൊട്ടിക്കണ്ട ചെറായി, നിന്നോട് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വാർത്തയാണ് യൂസഫ് അലിന്റെ വാർത്ത. ഇതേ തൃശ്ശൂർ ഉണ്ടായ മറ്റൊരു വാർത്ത എനിക്ക് ഞാൻ പറഞ്ഞിട്ടെ. നീ വലിയ മഹാനാകാൻ നോക്കുന്നുണ്ടല്ലോ, നീ വലിയ സമാധാനത്തിന്റെ വളരെ പ്രാവ് സംസാരിക്കുന്നതിന് മതം പറഞ്ഞ് പ്രശ്നമാക്കുന്ന ലെവലിൽ സംസാരിക്കാൻ വരുമ്പോൾ നീ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂർ വന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പാ. എന്താണ്? BJP തൃശ്ശൂർ ജില്ലാ ഇന്റലക്ച്വൽ സെൽ കൺവീനർ പ്രസീദ് ദാസാണ് ഇത് സംബന്ധിച്ച് NI ഡയറക്ടർക്ക് പരാതി നൽകിയത്. പരാതി എന്താ? വിഷയം എന്താ? കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്സും രാജ്യാന്തര ബന്ധം അന്വേഷിക്കണം, രാജ്യവിരുദ്ധ ബന്ധം അന്വേഷിക്കണം. എന്നേക്ക് കത്ത് നൽകിയതാരാ? BJP. നീ അടക്കം പ്രവർത്തിക്കുന്ന വർഗീയ പാർട്ടിയായ BJP. സംഘപരിവാർ പ്രവർത്തകരായ നിങ്ങളെപ്പോലുള്ള തീവ്ര ചിന്താഗതിയുള്ള ഹിന്ദുത്വവാദികളായ ആൾക്കാർ പ്രവർത്തിക്കുന്ന BJPയുടെ ഒരു നേതാവ്, തൃശ്ശൂരുള്ള ഒരു നേതാവ്, ഇതേ തൃശ്ശൂരിൽ സംഭവിച്ച വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതേ തൃശ്ശൂരുള്ള ഒരുത്തം നൽകിയ പരാതിയാ. കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകൾ എന്താ? അറബിക് റെസ്റ്റോറന്റുകൾ കുഴിമന്തി പോലെയുള്ള അൽഫാം ഷവായ് പോലുള്ള ഭക്ഷണങ്ങളെയാണ് അറബിക് റെസ്റ്റോറന്റുകളായിട്ടും അതുപോലുള്ള ഭക്ഷണങ്ങൾ അറബിക് ഭക്ഷണങ്ങളായിട്ടും നിങ്ങൾ മാറ്റിയിട്ട് ആ ഭക്ഷണത്തോട് പോലും നിങ്ങൾ വെറുപ്പുളവാക്കുന്ന രീതിയിൽ നിങ്ങൾ വേർതിരിവ് കാണുന്ന നിങ്ങളാണോ ഈ അൻസാരി സുഹരിനെ പഠിപ്പിക്കാൻ വരുന്നത്? ആണോ? നിനക്ക് നട്ടലുണ്ടെങ്കിൽ, നിനക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നിനക്ക് ഈ രാജ്യത്ത് ജനങ്ങളോട് ജാതി മത വ്യത്യാസമില്ലാതെ കൂറുള്ളവനാണെങ്കിൽ, നീ അങ്ങനത്തെ ഒരുത്തനല്ല, ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരുത്തനാണെങ്കിൽ നീ BJPയും RSSനും പ്രവർത്തിക്കൂല. നീ അങ്ങനെ വലിയ മഹാനാ നിൽക്കണ്ടെന്നാ പറഞ്ഞൊരു ചുരുക്കം. നീ ഇവരോട് ചോദിക്ക്, എന്ത് ഉളുപ്പില്ലായ്മയാണ് ചെയ്തത്? ഇതുപോലെയുള്ള റെസ്റ്റോറന്റുകളും ഇതുപോലെയുള്ള ഹോട്ടലുകളും ഇതുപോലെയുള്ള ബിസിനസ്സുകളും നടത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് അവരുടെ ജീവിത വരുമാനത്തിൽ ഉപയോഗിക്കുന്നതും ആ വരുമാനത്തിന്റെ കവിഞ്ഞ തുക അവർക്ക് ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ തയ്യാറാകുന്നതും യൂസഫ് അലിക്ക് തയ്യാറായത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള റെസ്റ്റോറന്റുകൾക്കെതിരെ NIക്ക് കത്ത് നൽകിയത് നിന്റെ BJPയിലെ നേതാക്കളാണ്. തിരുത്തിക്കാൻ പറ്റുമോ നിനക്ക്? അവരെ കൊണ്ട് പറ്റുമോ? നീ പിന്നെ ആരെയും പഠിപ്പിക്കാൻ നിൽക്കുന്ന അനുസരിച്ച് പഠിപ്പിക്കാൻ നീ ആയിട്ടുണ്ടാ ഈ വിഷയത്തെക്കുറിച്ച്? നിങ്ങൾക്ക് എന്താ സഹായം ചെയ്യാൻ പറ്റുമോ? പ്രതീഷ് വിശ്വനാഥൊക്കെ എന്ത് സഹായമാണോ ഈ ഹിന്ദു സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളത്? ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയാനല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത്? കൃഷ്ണരാജ് വക്കീൽ എന്താ ചെയ്തിട്ടുള്ളത്? അൻസാരി സുഹരി ഒന്നുമില്ലെങ്കിലും അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ബഹുഭൂരിപക്ഷം ഞാൻ കണ്ടിടത്തോളം ആ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. അപ്പം കൂടുതൽ ഇങ്ങോട്ട് പറയാൻ മാത്രം നിന്നായിട്ടില്ല, വളർന്നിട്ടില്ല, പറയാൻ നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടാകത്തില്ല. ഇനി പിന്നെ ഇവന്റെ മറ്റൊരു രോദനം നമുക്ക് കേൾക്കാം. മറ്റൊരു രോദനം കേട്ടോക്കിയാ എന്താ പറയുന്നത്? ഈ യൂസഫ് അലി നിങ്ങൾക്ക് ഒരു മനുഷ്യനായിട്ടാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഒരു മതപരമായിട്ട് മതത്തിന്റെ ആളായിട്ട് കാണുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ആ മതം നിറഞ്ഞ് കവിയണോണ്ടാണ് അത് മതപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്. യൂസഫ് അലി എന്ന് പറഞ്ഞ ആള് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിനോട് പല തരത്തിലുള്ള ആളുകൾ ജീവിക്കണില്ലേ. അദ്ദേഹത്തിന്റെ ബിസിനസ് രക്ഷപ്പെടാൻ വേണ്ടി, ബിസിനസ് വളരാൻ വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും കഷ്ടപ്പെടണില്ലേ. അപ്പൊ അദ്ദേഹത്തെ യൂസഫ് അലിനെ വെറും ഒരു മതത്തിന്റെ ആളായിട്ട് കാണാൻ, ഒരു മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. ലാഘവത്തോടെ പറയുന്നത് യൂസഫ് അലിനെ ഒരു മനുഷ്യനായി കണ്ടാ പോരെ? അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം ഒരു മതപരമായിട്ട് കാണണം. അദ്ദേഹത്തിന് മനുഷ്യനെ കണ്ടാ പോരെ? ആരായി പറയുന്നേ? എവിടെയെങ്കിലും എന്തെങ്കിലും ലഹരി കടത്ത് കേസുകളിലോ എന്തെങ്കിലും അക്രമത്തിലോ എന്തെങ്കിലും പ്രശ്നത്തിലോ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് അറബിപ്പാരാണെങ്കിൽ അതൊരു മുസ്ലിം പേരിലുള്ള വ്യക്തിയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം അധിക്ഷേപിക്കാൻ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ, എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായ പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഇസ്ലാമിന്റെ തലയിൽ കെട്ടി വെക്കുന്നവര്, ഒരു കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിക്കുന്ന MA യൂസഫ് എന്ന ഒരു മുസ്ലിമായ വ്യക്തി, അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തുക അദ്ദേഹം ദാനം ചെയ്യുമ്പോൾ, അദ്ദേഹം അർഹതപ്പെട്ടവർ കൊടുക്കുമ്പോൾ ആ നല്ല പ്രവർത്തനം ആരുടെ അഡ്രസ്സിൽ വരാൻ പാടില്ല? ഇസ്ലാമിന്റെയോ മുസ്ലിങ്ങളുടെ അഡ്രസ്സിൽ വരാൻ പാടില്ല. അത് യൂസഫ് അലി ഒരു മനുഷ്യൻ. ഇനി യൂസഫ് അലി ചെയ്തത് വേറെ എന്തെങ്കിലും പ്രവർത്തനമാണെങ്കിലോ ഇസ്ലാമിക തീവ്രവാദി. ഇതെല്ലാം ചെയ്യാം. നാണമാന ഉളുപ്പ് ലജ്ജിയ സുഹൃത്തെ. ഇന്ത്യയൊക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിൽ നീയൊക്കെ എന്തൊക്കെ വർഗീയതകൾ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ കോലത്തിൽ എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ നീ അൻസാരി സുഹരിന് ഇതൊക്കെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്? നീ വർഗീയത പറയാത്ത, വർഗീയത മനസ്സിൽ ലവലേശമില്ലാത്ത മാന്യനായ വ്യക്തിയാണോ? മതേതര സമൂഹത്തിൽ മതേതരത്വത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അല്ല, നീ അസലി
BJPയിലെയും RSSലെയും വർഗീയത മനസ്സിൽ വെച്ചെടുക്കുന്ന നല്ല അസൽ സംഖ്യ തന്നെയാണ്. നീ എന്തർത്ഥത്തിൽ ഇതൊക്കെ പറയുന്നത്? നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? നിനക്ക് അതിലൊരു ക്വാളിറ്റി ഇല്ല. യൂസഫ് അലിന്റെ പ്രവർത്തനം ഇസ്ലാമികപരമായിട്ടോ മുസ്ലിങ്ങൾ ദാനശീലരാണ്. അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം മറ്റുള്ള അർഹതപ്പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്, ഔദാര്യമല്ല, നിർബന്ധ. അങ്ങനെയുള്ള സദക്കകളും ധനസഹായങ്ങളും ചെയ്യുമ്പോൾ ആ ചെയ്ത വ്യക്തി മുസ്ലിം ആയപ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു നല്ലൊരു അഡ്രസ്സ് കിട്ടുന്നത് കാണുമ്പോൾ അതൊരു മനുഷ്യനായി കണ്ടാൽ മതി. ഇനി ഏതെങ്കിലും ഏതെങ്കിലും അണ്ടനോ അടകോടനോ ഏതെങ്കിലും വഴിയരികിലും ഭൂലൊക്കെ തെമ്മാടി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള എടുത്ത് എന്തെങ്കിലും തെമ്മാടം ചെയ്താലോ അത് ഇസ്ലാമിന്റെ അഡ്രസ്സിന് വരും. ഈ ഇരട്ടത്താപ്പുണ്ടല്ല, തൽക്കാലം മടക്കി കുത്തി പോക്കറ്റിൽ വെച്ചാൽ മതി. നീ എന്താക്കണ്ട, വലിയ മതം പറഞ്ഞു വർഗീയത പറഞ്ഞ് ഇതാക്കുന്ന കുത്തിത്തിരിപ്പാക്കുന്ന സംസാരിക്കാൻ നിൽക്കാൻ മാത്രം. നീ അത്ര വലിയ മാനിയോ അത്ര വലിയ മതേതര സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയുമല്ല. കാരണം നീ പ്രവർത്തിക്കുന്നത് BJPയിലും RSSലൊക്കെയാണ്. അപ്പോൾ നിന്നെപ്പോലെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്ന ഈ പാർട്ടി ഇവിടെ നടക്കുന്ന കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളോട്, അത് നടത്തിപ്പുകാർ മുസ്ലിങ്ങളായതുകൊണ്ട് അത്തരം ഭക്ഷണശാലകളോട് പോലും റെസ്റ്റോറൻറ്റുകളോട് പോലും നിങ്ങൾ കാണിക്കുന്ന തെമ്മാടത്തിൽ ഇതാണ്. എന്നേക്ക് കത്ത് കൊടുക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. നീ ആദ്യം നിന്റെ കൂട്ടത്തിലുള്ള ഇത്തരം തെമ്മാടികളെ, പ്രതീക്ഷ വിശ്വനാഥിനെയും കൃഷ്ണരാജിനെയും ശശികലനെയും പോലുള്ള തെമ്മാടിത്തരം മാത്രം സോഷ്യൽ മീഡിയയിൽ വർഗീയത മാത്രം എന്ന തീവ്രവാദിയായ ഹിന്ദുത്വ തീവ്രവാദിയായ ആൾക്കാരുണ്ടല്ലോ, നീ അവരെ തിരുത്തിക്കാൻ നോക്ക്. എന്നിട്ട് മറ്റുള്ളവരെ തിരുത്തിക്കാൻ പാ. ഓക്കെ, ബൈ ബൈ.